സ്ഥിരം പോകാറുള്ള വഴിയാണെങ്കിലും ഇത്ര വെളുപ്പിനെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഈ സമയത്ത് ട്രാഫിക് റൂൾസിനെ പറ്റി വലിയ പിടിയില്ലായിരുന്നു. മെട്രോണി കിടക്കുന്നതുകൊണ്ട് റോഡ് ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. ഇങ്ങനെ രാവിലെ ഓട്ടച്ചാട്ടം പറഞ്ഞ വഴി കൂടി എടുത്തപ്പോഴാണ് അവിടെ വൺ വേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായത്. പിന്നെ ഫ്രണ്ടിൽ കാറ് പോയതുകൊണ്ട് കാറിൻ്റെ സൈഡ് പിടിച്ച് നൈസായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റി. അങ്ങനെ ചെന്ന് അടുത്ത ഡിവിഷനിൽ പോയി പണി മേടിച്ചു. ഭാഗ്യത്തിന് ഒത്തിരി പോലീസുകളില്ലാത്തതുകൊണ്ട് അവർ പിടിച്ചില്ല. പിന്നെ വെളുപ്പിനായതുകൊണ്ട് അവർ നല്ല തിരക്കിലായിരുന്നു. അവിടെ രക്ഷപ്പെട്ടു. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. പോകുന്നൊരു ഗ്രാമത്തിലേക്ക് ആയതുകൊണ്ട് പെട്രോൾ എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാമെന്ന് വിരിച്ചു. അങ്ങനെ പമ്പിൽ കയറിയപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് ക്യാമറ കണ്ടിട്ട് എൻ്റെ വലിയ ചാനലെന്ന് വിരിച്ച് എന്തൊക്കെയാണ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ. कातिल राइडर साइड इज माय चैनल आंसर आई विल आल्सो थैंक यू. ഒരു പാവം മനുഷ്യനാണ് കേട്ടോ. പുള്ളി എനിക്കെന്തോ വലിയ യൂട്യൂബ് ചാനലുണ്ടെന്ന് വിചാരിച്ച് ചാനലൊക്കെ കാണിച്ചത്. പക്ഷേ പുള്ളിയുടെ അക്കൗണ്ടൊക്കെ ഉള്ളായിരുന്നു, ചാനലൊക്കെ ഉണ്ടായിരുന്നു, കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നാഗലപുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കറക്റ്റായിട്ട് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആൾ വന്നു. ATM നിന്ന് പുള്ളിക്ക് കുറച്ച് ക്യാഷ് ലിക്വിഡായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി കടകളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നു. നമ്മൾ ക്യാഷ് എടുത്ത് വെച്ച് ചെല്ലാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 6-6:30 കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ പുകയാണോ മഞ്ഞാണോ മൂലിമഞ്ഞാണോ അറിയത്തില്ല. എന്തായാലും വൈറ്റ് കളറിലിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൂടി വന്നു. പ്രത്യേകിച്ച് ചെന്നൈയുടെ പുറത്തേക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായത് കാണാനൊക്കെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴെങ്കിൽ മനസ്സിലായത് ക്യാമറയിൽ മൊത്തം ഫോഗാണോ പൊടിയാണോ എന്നറിയില്ല. എന്തായാലും വിഷ്വൽസ് നല്ലപോലെ ബ്ലറായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് സ്ഥലം ആന്ധ്രാപ്രദേശിലാണെങ്കിലും ചെന്നൈയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 100 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നേരത്തെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതലിന് മുന്നേ ചെല്ലുവാണെങ്കിൽ വാട്ടർഫാളാണ് ശരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെല്ലുവാണെങ്കിൽ പീസ്ഫുള്ളായിട്ട് കുളിക്കാമല്ലോ. കുറച്ച് ദൂരം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡൊക്കെ മാറി തുടങ്ങി. നമ്മൾ ശരിക്കും മത്സ്യത്താഴിൽ കണ്ടിട്ടില്ലേ, അല്ലിയുടെ ഗ്രാമത്തിൽ കൂടി ഒരു പോകുന്നത്, അതുപോലത്തെ ഒരു വൈബ് വരുന്നു. മൊത്തത്തിൽ പഴയ തമിഴ് ഫീല്. പിന്നെ നല്ല മുഴൽമഞ്ഞുണ്ടായിരുന്നു. വണ്ടികൾ ഒരുപാടൊന്നുമില്ലായിരുന്നു. പോകുന്ന വഴിയിൽ ആകെ കുറച്ച് ദൂരം മാത്രമേ ഹൈവേ ഉള്ളൂ ശരിക്കും. ചെന്നൈയുടെ ഔട്ടറിലേക്ക് വരാണ്ട് ഔട്ടർ റിംഗ് റോഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളായിരുന്നു. ഇവിടെ നാഗലപുരം വരെ അവിടെയുള്ള RA ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാൾസ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്ത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഒത്തിരി നാട്ടില്ല, 2-3 വർഷം മുന്നേ. പക്ഷേ എൻ്റെ കൂടെ വരുന്ന ആൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു വീക്കെൻഡ് ഇരിക്കുമ്പോൾ എവിടെ പോകാൻ ഭയങ്കര ബോറടിക്കുന്നു, എങ്ങോട്ടെങ്കിലും പോയാലോ. പോണ്ടിച്ചേരി അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ട്, കുറേ വട്ടം കണ്ടേ. അതുകൊണ്ട് പിന്നെ അടുത്തുള്ള സ്ഥലം ഇതും തടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡുകളൊന്നും ഇല്ലായിരുന്നില്ലേ. അത് കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആയി തുടങ്ങിയിട്ട്. അതുവരെ ഭയങ്കര പഴയ ഫീലായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് നേച്ചർ ബ്യൂട്ടി ആയിരുന്നു. പിന്നെ ഞാനങ്ങനെ ആദ്യമായിട്ടല്ല ഈ വട്ടം വന്നപ്പോൾ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ ബസ് കണ്ടു. പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മണ്ണിട്ട റോഡായി. അവിടെ ചെക്ക് ഡാം ഉണ്ടായിരുന്നു. ചെക്ക് ഡാമിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നുമില്ല ഒരുപാട്.
ഒറ്റയ്ക്കൊക്കെ വരാൻ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഈ സ്ഥലം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ മണ്ണിട്ട് റോഡിൽ കൂടി പോകാനുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു മനുഷ്യനില്ലായിരുന്നു റോഡിൽ. ഞാനിപ്പോൾ കണ്ട ആ ചേട്ടനല്ലാണ്ട് പിന്നെ പോകുന്ന വഴിക്ക് 2-3 പേരുണ്ടായിരുന്നു മാക്സിമം, അത്ര ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് കപ്പിൾ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാലും അല്ല, ഒറ്റയ്ക്ക് പോകാനും കുറച്ച് പാടായിരിക്കും. പിന്നെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി. അവിടുന്ന് സ്നാപ്പ് എടുക്കുന്നൊരു ശീലമുണ്ടല്ലോ, അങ്ങനെ സ്നാപ്പൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, റീൽസ് എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫീസ് ഉണ്ടായിരുന്നു, 50 രൂപയായിരുന്നു തോന്നുന്നു ഒരാൾക്ക്. 50 രൂപയും കൊടുത്തു. പാർക്ക് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഉരുളുകൂട്ടി കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ കാണത്തില്ലേ, ഇങ്ങനെ പാറകളൊക്കെ കിടക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കുന്നതായിരിക്കും ഈ കാടൊക്കെ. ഈ വിൻ്റർ സിനിമയിൽ ജയറാമൊക്കെ പോയി താമസിക്കുന്നൊരു സ്ഥലമില്ലേ, അതേപോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ സത്യമായിട്ട് പറഞ്ഞാൽ. അങ്ങനെ ചുവന്ന കളറുള്ള മണ്ണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കാടായി. കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒരു 2-3-4 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല വഴിയായിരുന്നു, ഒത്തിരി കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറേ കയറാനൊക്കെ ഉണ്ട്, കല്ലും പാറകളൊക്കെ ഇട്ട്. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ. ഞങ്ങൾ ചെന്ന ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള സമയത്തായിരുന്നു. അവിടെ ഇവിടത്തേക്കുള്ള ഗൈഡ് പോലും വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പക്ഷേ ഞങ്ങളെ കയറ്റി വിട്ടു. ഞങ്ങൾക്ക് മുന്നേ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, ചെന്നൈയിൽ നിന്നുള്ളവരായിരുന്നു അവരവിടെ വെള്ളത്തിൽ ചില്ല് ചെയ്യുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അവിടെ ഒരു കയറൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആഴമൊക്കെ ഉള്ള സ്ഥലമാണ്. അതിന് മാത്രമൊന്നുമില്ല, ഒരു 1.5-2 ആളുടെ ഹൈറ്റേ ഉള്ളൂ. അപ്പം അവർക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ കയറിൻ്റെ ഇപ്പുറത്തേക്ക് വന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഗൈഡ് വന്നു. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ചെന്നൈയിൽ നിന്ന് കുറച്ച് ചെറുക്കന്മാർ വന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒത്തിരി 7-8 വാട്ടർഫാൾസും കാണുന്നുണ്ട്. അതിന് മുകളിലേക്ക് കയറ്റിയിടത്തില്ല. അപ്പോൾ ഗൈഡ് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഈ ചെറുക്കന്മാരാണെങ്കിൽ ഇതിന് മുകളിൽ കൂടെ വലിഞ്ഞേറി അതിന് മുകളിലേക്കുള്ള ഫാൾസിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ആരെങ്കിലും മുകളിലേക്ക് പോയെന്ന് ചോദിച്ചു. പോയെന്ന് പറഞ്ഞു. അവർ തപ്പിയിട്ട് എന്നിട്ട് ഒരാൾ പുറകെ പോയി. പിന്നെ ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടും കേട്ടോ റെൻറ്റിന് എടുക്കാൻ. 100 രൂപ കണ്ട കുറച്ച് കത്തിയ. എന്നാലും നീന്തലറിയില്ലാത്ത ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് കുളിക്കാൻ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുളിക്കാൻ. കുളിച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കെന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മിക്സറും പിന്നെ ചിപ്സുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊഴിക്കും ചായ കുടിക്കാൻ നിർത്തിയ കടയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇരുന്ന്. അതിന് മുന്നേ കുരങ്ങന്മാരുണ്ടായിരുന്നു ഒത്തിരി. അതുകൊണ്ട് ഞങ്ങൾ നല്ല സ്ഥലം നമുക്ക് സേഫായിട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം ചിപ്സൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. ചിപ്സ് കഴിക്കാൻ ഈ പുഴക്കട നടന്നുകൊണ്ട് തിരിച്ച് താഴേക്കുള്ള വഴിയും പുഴക്കട തന്നെ ഇറങ്ങേണ്ടി വന്നു. എന്നാലും കൊള്ളാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ വെള്ളത്തിന് പിന്നെ ഭയങ്കര തെളിഞ്ഞിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ. തിരിച്ചിരുന്ന വഴിക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നിർത്തി. അവിടുന്ന് ആന്ധ്ര ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ആന്ധ്രാപ്രദേശിൽ പോയതല്ലേ, എന്തായാലും ബിരിയാണിയുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ ഓംലെറ്റൊക്കെ തരുന്നുണ്ട്. ചിലയിടത്തൊക്കെ പുഴുങ്ങിയ മുട്ട കൊടുക്കത്തില്ല അതേപോലെ. പിന്നെ ഞങ്ങൾ 2 ഫിഷ് ഫ്രൈ വാങ്ങിച്ചു. ഫിഷ് ഫ്രൈ കഴിച്ചില്ല, ഇത് തന്നെ നിറയെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫിഷ് ഫ്രൈ പാഴ്സലായിട്ട് എടുത്തിട്ട് പോയി. ഒത്തിരി ദൂരമൊന്നുമില്ലെങ്കിലും തിരിച്ചറിയാൻ നേരം നല്ലപോലെ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ചൂടായതുകൊണ്ട് ചായ കുടിച്ചിട്ട് പിന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ തിരിച്ചു. അങ്ങനെ വഴിച്ചീട് കണ്ടൊരു കട നിർത്തി ചായ കുടിച്ച് വേറൊന്നും കൊണ്ടല്ലോ ഉറക്കം വരാണ്ടിരിക്കണം. ഈ വണ്ടി ഓടിക്കുമ്പം ചെറിയ പേടിയുള്ള കാര്യം ഉറക്കം വരുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ കുറേ മണ്ണിട്ട റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൊടിയായി തിരിച്ചു വന്നപ്പോഴത്തേക്ക്. അത്രേ ഉള്ളൂ, ഒരു ചെറിയ റൈഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എന്നേലൊക്കെ കാണാം.